ഞാൻ എനിക്ക് വിശക്കണ ഞാൻ പിസ്സ ഹട്ട് പോട്ടെ പിസ്സ ഹട്ട് പോയി ചേട്ടാ. അയ്യോ എൻ്റെ അമ്മേ ചേട്ടാ കാണിച്ചാടാ എനിക്ക് ഞാൻ പൈസ. ചേട്ടൻ എനിക്ക് പിസ്സ തന്നില്ല. ഞാൻ 10 റുപ്യ കൊടുത്ത് എന്നിട്ട് എനിക്ക് പിസ്സ തന്നില്ല. അയ്യോ ഞാൻ എന്താണിപ്പോൾ ചെയ്യുക? ഞാൻ ഈ നല്ല മനുഷ്യനായി ഈ ജോലിയൊക്കെ നേടാൻ പോവാ. നമുക്ക് ജോലി നേടേണ്ട സ്ഥലത്തായിട്ട് നേരെ നമുക്ക് പോവാം. അയ്യോ വണ്ടി എടുക്കാൻ അറിയില്ല, പിന്നല്ല ഞാൻ ഈ ജോലി എടുക്കണേ. ഹലോ, ഈ ബിൽഡിങ്ങിൽ ആരും ഇല്ലേ? പുതിയതായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണെങ്കിൽ വെൽക്കം. ചേട്ടൻ എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായെന്നോ? ഈ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്. അപ്പോൾ ചേട്ടാ ഇനി ഈ ബിൽഡിങ്ങിൽ പണിക്ക് നിർത്തുമോ? തീർച്ചയായിട്ടും പണിക്ക് നിർത്താം. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വേണം. നല്ല ഡ്രസ്സ് പോയി വാങ്ങിച്ചിട്ട് വാ, എന്നിട്ട് കാണാം. ശരി ചേട്ടാ, ശരി. എന്നാലും ഞാൻ ഡ്രസ്സ് എവിടെ പോയി എടുക്കാനാണ്? ഈ ചേട്ടനോട് ചോദിച്ചോക്കാം. ചേട്ടാ ഈ ഡ്രസ് ഷോപ്പ് എവിടെ? ചേട്ടാ നടന്നു പോകണം. ഡ്രസ് ഷോപ്പ് എവിടെ ചോദിച്ചു? ഇനി എവിടെയാ പോവാം? വെയിറ്റ് എ മിനിറ്റ്. എന്താണ് സിറ്റി മാൾ അല്ലേ ഇത്? അപ്പം നേരെ സിറ്റി മാൾക്ക് പോകും. ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് ഇതാ ഇവിടെ കുറച്ച് ബ്ലാക്കൊക്കെ ഡിസൈനൊക്കെ വരുന്നത്. ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല, ജസ്റ്റ് ഡിസൈനൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ചേട്ടനെ വിളിക്കാം. നീ എന്നെ പറ്റിക്കൊന്ന് വിചാരിച്ചോളൂ. നീ ഏതാ അതേ ഡ്രസ്സ് തന്നെയാണല്ലോ. ചേട്ടാ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് വന്നേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോടാ. എന്ത് വെച്ചാണ്? ചപ്പാത്തി മുട്ടക്കറിയോ? പരിപ്പ് പൊടി ചായയിൽ പഞ്ചസാര ഇടരുത്, എനിക്ക് ഷുഗറാണ്. എടാ നിന്നെ ജോലിക്ക് ഞാൻ എടുക്കണില്ല. മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ. എന്താ ചേട്ടാ ഞാൻ കഷ്ടപ്പെട്ടല്ലേ ഇവിടെ ഇങ്ങോട്ട് വന്നേ. എൻ്റെ KTM ആണെങ്കിൽ എൻ്റെ KTMത്തെ പെട്രോളും കഴിഞ്ഞു. നീ മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ നല്ല അടി വാങ്ങിക്കും നീ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കി ഗായ്സ്. എടാ മോനെ, എനിക്കൊരു ജോലി അറിയാം. നീ ആ ജോലി കയറി ജോയിൻ ചെയ്തോ? സത്യം ചേട്ടാ? മോനെ സത്യ. എന്ത് എൻ്റെ സ്റ്റാഫിനെ കൊണ്ടുപോകാൻ വേറെ ഒരുത്തരോ? എടാ മോനെ, നിന്നെ ഞാൻ ജോലിക്ക് എടുത്തിട്ടില്ലേ? നീ ഞാൻ ജോലിക്ക് വിളിച്ചടാ മണ്ട. ദൈവം എല്ലാവർക്കും ഓരോ ചാൻസ് തന്നിക്കണേ, പക്ഷെ നിന്റെ ചാൻസ് ക്ലൈമാക്സടാ. നിന്നെ ഞാനൊന്ന് എന്നാ പിടിച്ച എന്നോട് കളിക്കണ. നിന്റെ പരിപ്പൊടി ചായല്ലേ അത്? ഞാൻ തന്നെ എൻ്റെ കയ്യിലെ പരിപ്പൊടി ചായ ഉണ്ടീനി, ഞാൻ എനിക്ക് തരാൻ തന്നെ വന്നതാടാ. ചേട്ടാ എനിക്ക് ആ ലൊക്കേഷൻ അയച്ചു തരാം. എനിക്ക് ജോലി പോയതാണ്. എല്ലാവരും ഞാൻ ജോലിക്ക് പോകണില്ല പറയും. എന്തോ മോനെ? കാരണം ഞാനൊരു പാവാണ്, അതുകൊണ്ട് എനിക്ക് പൈസ ഇല്ല. അത് സാഡായി മോനെ, സൈഡ്. ഈ കളവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ ഭയങ്കര ഈസിയാണ്. ശരിക്കും ഞാൻ ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ടാണ് ഞാൻ അങ്ങനെ പൈസക്കാരാവാനായ, അല്ലാതെ എങ്ങനെയൊന്നും ഞാൻ പാവമായിട്ടൊന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞോ മോനെ? ഒന്നുമില്ല. ലൊക്കേഷൻ തരുമോ? ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ലൊക്കേഷൻ കിട്ടിയില്ലോ മോനെ? കിട്ടി ചേട്ടാ. ചേട്ടൻ പോയിക്കോട്ടോ. ശരി മോനെ. ഇപ്പോൾ പുള്ളി ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഒരു മിനിറ്റ്
പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വരണോ അറിയില്ല. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് അയാൾ പറഞ്ഞ സ്ഥലം. നേരെ നമുക്ക് ജോലിയിലോട്ട് പോവാം. ഇതാണ് സ്ഥലമല്ലേ? ഓക്കേ, നമുക്ക് നേരെ പോവാം. ഓക്കെ, നമുക്ക് ജോലിക്ക് കയറാം. നമ്മൾ ജോലിക്കൊക്കെ കയറി എല്ലാ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നാളെ തൊട്ട് വരാനാണ് പറഞ്ഞത്. പിന്നെ ടോക്കണും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് വൈകുന്നേരമായി. നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ പോയിട്ട് അടുത്ത ദിവസം ജോലിക്ക് വരാം. വെറുതെ ചില്ലിട്ട് സമയം പോറിയില്ല. അയ്യോ, നമുക്ക് ജോലി പോകണില്ല. അയാളെ 10 മണിക്ക് വരെ പറഞ്ഞപ്പോൾ 9 മണി. നമുക്ക് 1 മണിക്കൂറുണ്ട്. നമുക്ക് നേരെ ജോലിക്ക് ചെല്ലണം. എൻ്റെ പൊന്നോ, ഇപ്പോൾ നമ്മൾ ജോലിക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ പോയ ബിൽഡിങ് വേറെ ബിൽഡിങ്. ഇതാണ് ജോലി സ്ഥലത്തിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ. അത് നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്ന ബിൽഡിങ്ങിന്. നമുക്ക് നേരെ ജോലി പോയിട്ട് നമുക്ക് നാളെ വരാം. പിന്നെ ഈ വീഡിയോൻ്റെ ഒരു പേരുണ്ട്, പൂർ വേഴ്സസ് റിച്ച് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പൂറാണ്. നമ്മൾ നാളെയും മറ്റന്നാളും എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നെ റിച്ച് ആവും. ഓക്കെ, ഇനി നമ്മൾ ഈ ജോലിക്ക് കയറി കഴിഞ്ഞ് വന്നാൽ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിച്ചായി ഗൈസ്. അപ്പോൾ നമ്മൾ റിച്ചായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.